വലിയ മെനക്കേടൊന്നും ഇല്ലാണ്ട് ഇൻഡിപെൻഡൻസ് ഡേക്ക് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്രാഫ്റ്റ് ഐഡിയ കാണിച്ചു തരാം. ഭയങ്കര സിമ്പിളാണ് ഉണ്ടാക്കാൻ. അപ്പോൾ നമുക്ക് മെയിനായിട്ടും വേണ്ടത് കാർഡ്ബോർഡിൻ്റെ പീസാണ്. ഒടിവും മടവും ചുളുക്കൊന്നും ഇല്ലാത്ത നല്ല കാർഡ്ബോർഡിൻ്റെ പീസ് ഒക്കെ എടുക്കുക. നല്ല കട്ടിയുള്ള കാർഡ്ബോർഡിൻ്റെ പീസ് അല്ലെങ്കിൽ ഫോം ബോർഡ്, നല്ല കട്ടിയുള്ള ഫോം ബോർഡൊക്കെ ആണെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ എടുത്ത കാർഡ്ബോർഡിൻ്റെ ഷീറ്റിന് അത്ര വലിയ കട്ടിയൊന്നുമില്ല, ഒരു മീഡിയം സൈസ് ഉണ്ടായിരുന്നത്. അപ്പോൾ എന്താക്കി 2 പീസ് വെച്ച് ഒട്ടിക്കുന്നുണ്ട്. അപ്പോൾ ഇത്തിരി ഹൈറ്റ് ഉണ്ടാവും. നമ്മൾ ഉണ്ടാക്കുന്ന സാധനത്തിന് കുറച്ച് ഹൈറ്റ് വേണം. അപ്പോൾ ഇതാ ഇതുപോലെ 2 പീസുകൾ തമ്മിൽ കൂട്ടി ഒട്ടിച്ചിട്ടുണ്ട്. ഇതാ ഇതുപോലെ കേട്ടോ. 3 പീസാണ്. ഏറ്റവും മേലത്തെ പീസിന് നമ്മൾ ഒരൊറ്റ പീസ് എടുത്തിട്ടുള്ളൂ. അങ്ങനെ ഇതുപോലെ 2 പീസും കൂട്ടി ഒട്ടിച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് സൈഡൊക്കെ ഒന്ന് ഫിനിഷ് ആക്കി കൊടുക്കണം. അതിന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള മാർഗ്ഗം സ്വീകരിക്കാം കേട്ടോ. മാസ്ക് ടൈപ്പിനോട് എനിക്ക് വലിയ താല്പര്യമില്ല. എല്ലാവരും പൊതുവെ ചെയ്ത് കാണുന്ന ഒരു സംഭവം എന്താ വെച്ചാൽ കാർഡ്ബോർഡിന്റെ സൈഡൊക്കെ ഫിനിഷ് ആയി നിൽക്കാൻ വേണ്ടിയിട്ട് മാസ്ക് ടൈപ്പ് ഒട്ടിക്കുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷേ എനിക്ക് അതിനോട് ഒരു താല്പര്യമില്ല. കാരണം മാസ്ക് ടൈപ്പിൽ ഫാബ്രിക് പെയിന്റ് നല്ല ഫിനിഷ് ലുക്കിൽ പിടിക്കില്ല. അത് മുമ്പത്തെ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. സ്ക്വയർ ഷേപ്പ് ഒക്കെ ആണെങ്കിൽ നമുക്ക് നമ്മുടെ ഐസ് സ്റ്റിക്ക് ഒട്ടിച്ചിട്ട് നമുക്ക് ഫിനിഷ് ആക്കി എടുക്കാം. ഞാൻ അങ്ങനെയാണ് ചെയ്യാറുള്ളത്. ആദ്യമൊക്കെ ഞാൻ ഓരോ വാൾ ഡെക്കറൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് സൈഡ് നല്ല ഫിനിഷായി നിൽക്കാൻ വേണ്ടിയിട്ട് ഞാൻ മാസ്ക് ടൈപ്പ് ഒട്ടിക്കലുണ്ട്. മാസ്ക് ടൈപ്പ് ഒട്ടിച്ച് കഴിഞ്ഞ് പെയിൻറ്റ് അടിച്ച് കഴിഞ്ഞാൽ കാർഡ്ബോർഡിൻ്റെ പീസിൽ നന്നായിട്ട് നമ്മുടെ ഫാബ്രിക് പെയിൻറ്റ് പിടിക്കും. അതിന് വേണ്ടി മാസ്ക് ടൈപ്പിൽ വലിയ ഫിനിഷിൽ പിടിക്കില്ല. നമുക്ക് മാസ്ക് ടൈപ്പ് ഒട്ടിച്ചത് നല്ല വൃത്തിയായിട്ട് അവിടെ കാണുകയും ചെയ്യും. അതുകൊണ്ട് ഞാനിപ്പം മാസ്ക് ടൈപ്പ് അങ്ങനെ യൂസ് ചെയ്യാറില്ല. ഇതുപോലെ എന്തെങ്കിലുമൊക്കെ കുലുത്ത് പണികളാണ് ചെയ്യാറ്. അപ്പോൾ ഇന്ന് നമ്മുടെ റിബണാണ് സൈഡൊക്കെ ഒന്ന് ഒട്ടിച്ച് ഫിനിഷ് ആക്കി എടുക്കാൻ വേണ്ടി ചെയ്യുന്നത്. പിന്നെ നമുക്ക് പെയിൻറ്റ് അടിച്ചെടുക്കണം. ഏറ്റവും അടിയത്തെ വലിയ പീസിന് ഗ്രീൻ കളറും അതിൻ്റെ മേലത്തേന് വൈറ്റ് കളറും അതിൻ്റെ മേലുള്ളതിന് ഓറഞ്ച് കളറുമാണ് ഞാൻ പെയിൻറ്റ് അടിച്ചിട്ടുള്ളത് കേട്ടോ. ഞാൻ ആദ്യം വിചാരിച്ചത് ഗിൽറ്റ് ഫോം ഷീറ്റ് യൂസ് ചെയ്യണം എന്നായിരുന്നു. ഒന്നും കൂടെ നല്ല തിളക്കുണ്ടാവുമല്ലോ, അതാ വിചാരിച്ചത്. പക്ഷേ എന്തോ ഒരു ഭാഗ്യവശാൽ ഈ 3 കളർ ഗിൽറ്റ് ഫോം ഷീറ്റും എൻ്റെ കൈമേലില്ല. ഫോം ഷീറ്റ് ഇല്ല, ഗിൽറ്റ് ഫോം ഷീറ്റാണ് ആകെ ഉള്ളത്. അതിൽ ഈ 3 കളർ ഒഴിച്ചുള്ള ബാക്കി എല്ലാ കളറും എൻ്റെ കൈമേലുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനിയിപ്പം നമ്മൾ പേപ്പർ ഒട്ടിക്കുന്നതിനും ഒന്നും കൂടെ ഫിനിഷ് ഉണ്ടാവുക, നമുക്ക് പെയിൻറ്റ് അടിച്ചാലായിരിക്കും. കുറച്ച് നേരം ഉണങ്ങാൻ വെക്കണം, അത്രയല്ലേ ഉള്ളൂ. അങ്ങനെ ഇതുപോലെ 3 പീസിന് നമ്മളൊന്ന് പെയിൻ്റൊക്കെ അടിച്ച് ഉണക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പം ഇത് സ്ട്രോ ആണ് കേട്ടോ. സ്ട്രോ അല്ലാച്ചാൽ കുഴപ്പമൊന്നുമില്ല. സാധാ നമ്മൾ വേസ്റ്റ് പേപ്പർ എന്തെങ്കിലുമൊക്കെ സാധാ വൈറ്റ് പേപ്പർ എന്തെങ്കിലും എടുക്കുക. അത് ഇതുപോലെയൊക്കെ ഒന്ന് റോൾ ചെയ്തെടുത്താൽ മതി കേട്ടോ. ഗ്രീന്, വൈറ്റ്, ഓറഞ്ച് എന്ന രീതിയിൽ ഇതുപോലെയൊക്കെ ഒന്ന് പെയിൻറ്റ് അടിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഇതുപോലെ ഇത് അടിച്ച് കഴിഞ്ഞപ്പോഴാണ് ഇതിൻ്റെ ഉള്ളിലുള്ളൊരു ട്രിക്ക് എനിക്ക് മനസ്സിലായത്. ഒരു എളുപ്പപ്പണി ഉണ്ട് കേട്ടോ. ഒരു ചെറിയ പാത്രം എന്തെങ്കിലും, പരന്ന പാത്രമല്ല, ഒരു കുണ്ടുള്ള പാത്രം, ഒരു മൂടിയ ഡപ്പ എന്തെങ്കിലും എടുക്കുക. അതിലേക്ക് നമ്മൾ പെയിൻറ്റ് വെച്ചിട്ട് ജസ്റ്റ് നമ്മൾ ഈ ഒരു റോള് നമുക്കൊന്ന് പകുതി വരെ മുക്കിയെടുത്താൽ മതി. അതാകുമ്പോൾ നമുക്ക് ഒരേ ലെവലിൽ നല്ല കറക്റ്റായിട്ട് നമുക്ക് കിട്ടും. ഒരു പെയിൻറ്റ് അടിച്ചെടുക്കുന്ന അത് ചുറപ്പണിയൊന്നുമില്ല. ഇതിങ്ങനെ പെയിൻറ്റ് ഇങ്ങനെ അടിച്ചെടുക്കുക എന്നുള്ളതാണ് കുറച്ച് പണി കേട്ടോ. ബാക്കിയൊക്കെ ഭയങ്കര സിമ്പിളായിട്ട് നമുക്ക് തീരും. അപ്പോൾ അങ്ങനെ പെയിൻറ്റ് അടിച്ചിട്ട് ചുറ്റിനും ഇതുപോലെയൊക്കെ ഒന്ന് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾ പെയിൻറ്റിൻ്റെ സ്ഥാനത്ത് ഗിൽറ്റ് ഫോം ഷീറ്റ് ആണെങ്കിൽ ഒന്നും കൂടെ സ്പീഡായിട്ട് വേഗത്ത് കയ്യും. പെയിൻറ്റ് ആകുമ്പോൾ നമ്മൾ അത് ഉണങ്ങുന്ന വരെ കുറച്ച് ടൈം പിടിക്കും. അത്രേ ഉള്ളൂ വ്യത്യാസം. ഇതുപോലെ ഒരു ചെയിൻ, ഒരു പഴയ മാലേൻ്റെ ചെയിൻ ഉണ്ടായിരുന്നു. അതെടുത്തിട്ട് ഇതുപോലെയൊക്കെ ഒന്ന് ഫുള്ളിനും ചുറ്റിനും ഇതുപോലെയൊക്കെ ഒന്ന് തൂക്കിയിട്ട് കുഞ്ഞു മുത്തിൻ്റെ മാലയൊക്കെ ഉണ്ടെങ്കിൽ അത് സൈഡിൽ കൂടെ തൂക്കിയിട്ടെടുക്കുക. അല്ലെങ്കിൽ ഗോൾഡൻ കളറുള്ള ലേസോ അങ്ങനത്തെ എന്തെങ്കിലും നിങ്ങൾക്ക് അതിൽ ഭംഗിയെന്ന് തോന്നുന്നത് എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് അതിൽ യൂസ് നല്ല ഭംഗി ഉണ്ടാവും. പിന്നെ സ്ട്രോയിൻ്റെ മേലെ ഒരു മുത്തും കൂടെ വെച്ച് കൊടുക്കണം, നല്ല ഭംഗി ഉണ്ടാവും. പക്ഷേ എൻ്റെ ആ മാലയിൽ ചെറിയ മുത്ത് വരുന്നത് കൊണ്ടാണ് ഞാനത് കൊടുക്കാണ്ടിരുന്നത്. എടുത്ത് വെച്ചാൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നവരെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.